പള്ളിദർസുകളും അതിന്റെ നടത്തിപ്പും അതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. പഴയ കാലത്തൊക്കെ പള്ളി ദർസുകൾ നടത്തിയിട്ട് പള്ളി കമ്മിറ്റി ആയിരുന്നു. പള്ളി കമ്മിറ്റി അപ്പൊ ഇന്നോന്ന് ചോദിച്ചു. അപ്പൊ അതിനെ കുറിച്ചാണ് നമ്മള് വീഡിയോന്റെ ബാക്കി വരുന്നത്. പള്ളി കമ്മിറ്റി ഒരു 500-600 വീടുകളൊക്കെ ഉണ്ടാവും ഒരു മഹലില്. അപ്പൊ ആ മഹലില് തൂക്കേരിയായിട്ടും അല്ലെങ്കിൽ തൂക്കേരിയ എന്ന സംവിധാനം ഉണ്ട്. അതിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. ഞങ്ങളെ മഹലിലൊക്കെ ഇപ്പോഴും ഉണ്ട്. നമ്മളിപ്പോൾ ആ തൂക്കേരിക്ക് പൈസ വീട്ടിൽ നിന്ന് കൊടുക്കണ്ടെന്ന് തോന്നുന്നു. അപ്പോ അങ്ങനത്തെ പല സംവിധാനം ഉപയോഗിച്ചായിരുന്നു ദർസുകൾ നടത്തിക്കൊണ്ട് പോയിരുന്നത്. അപ്പൊ ചുരുക്കി പറഞ്ഞ മുഴുവൻ ഉത്തരവാദിത്വം കമ്മിറ്റിക്കായിരുന്നു. അങ്ങനെ കമ്മിറ്റി ഉള്ള ഫണ്ട് ഫണ്ട് പറയുമ്പോ പള്ളിന്റെ വെള്ളം, കറണ്ട് ബില്ല്, അങ്ങനത്തെ കുറെ മെയിൻ്റെനൻസുകള്, ഉസ്താദന്മാർക്കുള്ള ശമ്പളം, അങ്ങനെ കുറെ കാര്യങ്ങള്. പിന്നെ ഫുഡിന്റെ കാര്യത്തിൽ എല്ലാവർക്കും അറിയാം. ഓരോ വീടുകൾ ഏറ്റെടുക്കുന്ന പരിപാടിയായിരിക്കും. ഓരോരുത്തർ ചെലകൂടി എന്ന് പറഞ്ഞൊരു സംവിധാനം തന്നെ ഉണ്ട്. ഇന്ന് കുറെയൊക്കെ കുറഞ്ഞെന്നാണ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഇപ്പൊ ക്യാൻറ്റീനിന്റെ സംവിധാനമൊക്കെ ആയി. അപ്പൊ അന്നത്തെ കാലത്തൊക്കെ മൂലേറ്റൊക്കെ എന്ന് പറഞ്ഞാല് പ്രത്യേകിച്ച് ടെൻഷനൊന്നും ഇല്ല. പിന്നെ അവരെ പഠനം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷെ കാലം അങ്ങനെ മാറി. ഇപ്പോഴത്തെ കാലത്തൊക്കെ പറഞ്ഞാല് കൂടുതൽ എന്താണ്, മൂലറ്റ ഒരു ടെൻഷനിൽ പെട്ടത്. ഇതെന്താ ടെൻഷൻ എന്ന് വെച്ചു. ഇതായിട്ട് നടക്കല. ഇത് 10-12 വയസ്സായ കുട്ടികൾ നമ്മൾ കാണുമ്പോൾ വേദന തോന്നും. ഇത് വിമർശിക്കാനോ വെറുപ്പിച്ചാനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കൂട്ടർ അഭിമാനിക്കാനോ പറയല്ല. പലരും കണ്ടിട്ടുണ്ടാവും. ഡിസംബർ സെപ്റ്റംബർ, ഒക്ടോബറിൽ തന്നെ തുടങ്ങും എന്ത് ഈ സാധനമായിട്ട് ഇറങ്ങുന്ന മൂലേറ്റുകള്. കാണുമ്പോൾ തന്നെ വെയിലത്തും ഇതിലും. എന്നിട്ട് ഇത് വിറ്റുകാണ്ട് പള്ളി ദർശനമൊക്കെ ആയുണ്ടാക്കണേ. അപ്പൊ പറഞ്ഞേക്കുമ്പോ മിക്കവാറും കമ്മിറ്റിക്കാരനൊക്കെ അല്ല ഓലാണ്ട് സ്വന്തം എടുത്താണ്ട് പറഞ്ഞേക്കില്ല. പഠിച്ചാൻ വന്ന കുട്ടികളെ ഭാരപ്പെട്ട പ്രവണതകളിൽ ഒന്നാണ് ഇത്. പണ്ട് ആ കുട്ടികൾക്ക് ആ ടെൻഷൻ കഴിഞ്ഞ് അവർക്ക് ഉള്ള കിതാബും കാര്യങ്ങളും ഇങ്ങനെ പഠിച്ച് പോയാൽ മതി. പിന്നെ അടുത്തൊരു പരിപാടി ഉണ്ട്. ഇത് കണ്ടുണ്ടോ? ഈ കുപ്പി കൊടുങ്ങാണ്ട് വീടുകളില് വെക്കും. അപ്പൊ ഞാനൊക്കെ കച്ചവടത്തിന് പോണ വ്യക്തിയാണ്. അപ്പൊ നേരിട്ട് കേട്ട അനുഭവം പറയണം. അപ്പോ ഈ കുപ്പി വെക്കുമ്പോ ആളുകള് അപ്പൊ എന്തെങ്കിലും ഇടാനാണ് വെക്കേണ്ടത്. ചില ആൾക്കാർ ഇടൂല. അങ്ങനെ ഈ കുപ്പിക്ക് വരുമ്പോ ഏതായാലും കുപ്പി വെച്ചല്ലേ എത്തപ്പോ കാട്ടിന് ഉള്ളി പെറുക്കിയിട്ട് എവിടെ എന്തെങ്കിലും കൊടുക്കാറുണ്ട്. ആ വരുന്ന സമയത്ത് ചില ആൾക്കാര് ഒരു പകുതി തൃപ്തി ഇല്ലാന്നേരം നമുക്ക് തോന്നിപ്പോ നമ്മളോട് അങ്ങനെ പറഞ്ഞാണ്. പിന്നെ എത്ര കുറഞ്ഞ് വെക്കല്ല, നിർബന്ധിച്ചാണ്ട് വെക്ക പോവുക. ചോദിച്ചാൽ പിന്നെ എങ്ങനെ വെക്കാതെക്കാൻ പറ്റുക? താല്പര്യം ഉണ്ടായിട്ടല്ല. അല്ലാതെ തന്നെ 1500 പിരിവാനായിട്ട് ഞാൻ മറ്റേത് മറിച്ച് അതിന്റെ അടുത്ത് കുറെ ചട്ടിയും പെട്ടിയിട്ട് വരുന്നൊക്കെ പറഞ്ഞാണ്ട് എന്ത് ചെയ്യുക, അവർക്കൊരു അസംതൃപ്തി. അതായത് പിരിവ് കൊടുക്കുന്ന ആളുകൾക്ക്. പക്ഷെ പഴയ കാലത്ത് അങ്ങനത്തെ ഒരു പ്രശ്നം ഇല്ലേ. ദർസ് സംവിധാനം അന്നും ഉണ്ട്, ഇന്നും ഉണ്ട്. ആ ദർസ് സംവിധാനം മുമ്പത്തെ കമ്മിറ്റി ഏറ്റെടുത്ത് കമ്മിറ്റിന്റെ ആ ഒരു റിസ്കില് അന്നും പിരിവ് നടക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഈ ഒരു സംഭവം നമുക്ക് തന്നെ ഒരു മനസ്സിനൊരു വിഷമം തോന്നി. ഈ മൂലേറ്റുകള് നാട് മുഴുവൻ നടന്ന് ഇടങ്ങാറായി കണ്ട് സ്വന്തം പഠനത്തിന് വേണ്ടി അതൊക്കെ ശരിക്കും മറ്റുള്ളവരെ ഒരുക്കി കൊടുക്കേണ്ട സംഭവം തന്നെയാണ്. അപ്പൊ അപ്പൊ ചില ആൾക്കാർ തോന്നുന്നു അതൊക്കെ ഒരു പള്ളിയും ദർശനം നടത്തിയാൽ അതിന്റെ ബുദ്ധിമുട്ടൊക്കെ അറിയുന്നത്. ബുദ്ധിമുട്ട് തന്നെയാണ്. പക്ഷെ പഴയ കാലത്തും 1990-1990 ഈ ദർശന സംവിധാനം നടന്നില്ല. അന്നും ഈ മൂലേറ്റുകൾ ഞാൻ കണ്ടിട്ടില്ല. ഇങ്ങനെ ഈ ചട്ടിയേറ്റും കലണ്ടറായിട്ടും നാട് മുഴുവൻ നടക്കുന്ന പരിപാടി ഞാൻ കണ്ടിട്ടില്ല. ഇതിപ്പോ വെറും സുന്നി സംവിധാനത്തിന് മാത്രം കുറ്റം പറഞ്ഞാന്ന് വിചാരിക്കണ്ട കേട്ടോ. എല്ലാത്തിലും ഉണ്ട്. മുജാഹിദിലൊക്കെ കണ്ടിങ്ങനെ കലണ്ടർ സ്ഥാപനങ്ങളിൽ കൊടുത്തയച്ചിട്ട് മക്കളെ, അതായത് അവിടെ പഠിക്കുന്ന വിദ്യാർത്ഥികളെടുത്ത് കൊടുത്തേക്കും. എന്നിട്ട് ബാപ്പാര് എങ്ങനെയെങ്കിലും അത് കച്ചവടമാക്കാൻ ശ്രമം നടത്തുക. അവർ ടാർജറ്റ് ഉണ്ടാവും 100 കലണ്ടർ അതൊക്കെ. ഇത് ചെലവായെങ്കിൽ സ്വന്തം പോക്കറ്റിൽ എടുത്ത് കൊടുക്കുന്ന ഒരു സംവിധാനം ഞാൻ നേരിട്ട് കണ്ട മനുഷ്യനാണ്. അതുകൊണ്ട് ഒരു കൂട്ടം മാത്രം കുറ്റം പറയില്ല. പക്ഷെ എന്നാലും ഈ പ്രവണത കൂടുതലുള്ളത് സുന്നി വിഭാഗത്തിലാണ്. അതിലേറ്റവും കൂടുതലുള്ളത് കാന്തപുരം സുന്നി വിഭാഗത്തിലാണ്. എനിക്ക് പറഞ്ഞതിന് ഒരു മടിയില്ല, കൃത്യമായി ബോധ്യമുള്ള കാര്യമാണ്. അപ്പോ ഈ പ്രവണതയൊക്കെ ഏത് വിഭാഗത്തിലായാലും അതിലൊക്കെ എന്ത് ചെയ്യണം, ഒരു മാറ്റം വേണം. കാരണം എന്ന് പറഞ്ഞാല് പഠിക്കാൻ വരുന്ന കുട്ടികൾക്ക് ഇങ്ങനത്തെ ഭാരങ്ങൾ ഏൽപ്പിച്ചു കൊടുക്കരുത്. അപ്പോ ഇതിനോടൊക്കെ ഞാൻ പറഞ്ഞ ഒരു വിഷയത്തോട് താല്പര്യമുള്ള ആളുകളുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക.